എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. നല്ല ദിവസങ്ങൾ ദൈവം തന്നു. കുട്ടികളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് നല്ല ഒരു അവധിക്കാലം കർത്താവ് തന്നു. എല്ലാറ്റിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു കൊയ്ത്ത് സീസന്റെ അവധിയാണ്. ഇതൊരു നല്ല അവധിക്കാലമാണ്. ഈ അവധിക്കാലം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനുമെല്ലാം കൂടുതൽ കർത്താവിലേക്ക് വരാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഓണമെന്ന് പറയുമ്പോൾ ഒരു ഐതിഹ്യത്തിലാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്താണ്? ഒരു നല്ല രാജാവ്, ആ രാജാവ് കേരളം ഭരിച്ചിരുന്നു. എന്നാൽ ആ രാജാവിനെ ഒരു ചതിയിലൂടെ പാതാളത്തിലേക്ക് വിട്ടു. എന്നാൽ വർഷത്തിലൊരിക്കൽ ആ രാജാവ് ജനങ്ങളെ കാണാൻ വരുന്നു. ഇതൊരു ഐതിഹ്യമാണ്. എന്നാൽ ആ ഐതിഹ്യം നമുക്ക് ഇഷ്ടമാണ്. കാരണം ആ രാജാവ് ഞങ്ങളെ കാണാൻ വർഷത്തിലൊരിക്കൽ ഒരു നല്ല രാജാവ്. എന്നാൽ ബൈബിള് വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമി മുഴുവനും ഭരിക്കുവാൻ രണ്ടാമത് വരുന്ന ചരിത്രം, 1000 ആണ്ട് ഈ ഭൂമിയിൽ ഭരിക്കുന്ന ചരിത്രം എത്ര പേർക്കറിയാം? ഈ ഓണത്തിൻ്റെ ആഘോഷം കേരളം വിട്ടാൽ പലർക്കും അറിയില്ല. ലോകം മുഴുവനും ഭരിക്കുന്ന ഒരു രാജാവ് യേശു ക്രിസ്തു ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന ഒരു കാലം വരും, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അപ്പോൾ ഐതിഹ്യങ്ങളെക്കാൾ സത്യങ്ങളെ തിരിച്ചറിയുവാൻ വേദപുസ്തക വായന നമുക്ക് കൂടുതൽ കൃപ തരും. എങ്കിലും ഈ ഐതിഹ്യത്തോട് ബന്ധപ്പെട്ട് ഒരു വലിയ സന്തോഷം. എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുന്നു. ആ രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടി പൂക്കളൊക്കെ ഇട്ട് രാജാവിനെ കാത്തിരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഒരു വലിയ സന്തോഷമാണ് രാജാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്ന പീലാത്തോസിന്റെ മുമ്പിൽ ഞാൻ രാജാവാകുന്നു എന്ന് പ്രഖ്യാപിച്ച കർത്താവിനെ എത്ര പേര് ഈ ആഴ്ച ഓർക്കും? ഒറിജിനൽ രാജാവ്. ആ രാജാവിന് വേണ്ടി ഒരുങ്ങാറുണ്ടോ? ആ രാജാവിന് വേണ്ടി ഉടുത്തൊരുങ്ങാറുണ്ടോ? ആ രാജാവിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മയായ സഭയിൽ സമയത്ത് വന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് സന്തോഷിക്കാറുണ്ടോ? നിങ്ങളിപ്പോഴും ഐതിഹ്യങ്ങളിൽ മാത്രമാണോ? അല്ല, സത്യത്തിലാണോ? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഏറ്റവും വലിയ സന്തോഷം സത്യത്തിൽ നടക്കുന്നതാണ്. ഐതിഹ്യങ്ങളിലോ മിഥ്യയിലോ അല്ല, സത്യത്തിലാണ്. ഈ ആഴ്ച കൂടുതൽ സത്യത്തിലൂടെ നടക്കാൻ ദൈവം നിങ്ങൾക്ക് അധികം 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 കൃപ തരട്ടെ. കർത്താവിൽ ബലപ്പെടാം. നമുക്ക് റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്നെഴുതിയിരിക്കുന്നു. അതായത് 7-ാം വാക്യം ചേർത്ത് ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തൊക്കെയോ പ്രാപിക്കുന്നുണ്ട്. അപ്പം നാം കർത്താവിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുപ്പാണ്. ഇസ്രായേൽ എന്ന ജനത്തിന് കഠിനപ്പെട്ടു പോകേണ്ടി വന്നു. അപ്പോൾ വാസ്തവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്തൊക്കെയോ പ്രാപിക്കാനുണ്ട്. ഈ ആഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെയോ ഇരുന്ന് പ്രാപിക്കാൻ പോവുകയാണെന്ന് നിങ്ങളെ തന്നെ കാണുക. 8-ാം വാക്യം, ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 29-3. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ദൈവം ഇന്നുവരെ നിങ്ങൾക്ക് തന്നിട്ടില്ലെന്ന് മോശയും പറയും. തിരിച്ചറിയുന്ന ഹൃദയം, കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി. ഇപ്പം കാണുന്ന കണ്ണ് പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാം. ഉദാഹരണത്തിന് 2 പേർ ഒരു തേനീച്ചയെ കണ്ടാൽ ഒരാൾ പറയും, അയ്യോ ഇതെന്നെ കുത്താൻ വരുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത്, കുത്തിക്കഴിഞ്ഞാൽ തേനീച്ച കുത്തി ഒത്തിരി പേര് ചത്തിട്ടുണ്ട്, തേനീച്ച ഇവിടെ എവിടെയോ ഉണ്ട്, ഒരു തേനീച്ച വന്നാൽ കൂട്ടമായിട്ട് വരും, തേനീച്ചക്കൂടുള്ളത് കൊണ്ടാണ് തേനീച്ച കുത്തി ഒത്തിരി പേര് ചത്തിയിട്ടുണ്ട്.
ഇതാണ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ. കുത്തിയാൽ അത് നീല നിറമാകും, ശരീരം മുഴുവൻ നീര് വെക്കും, മരിച്ചു പോകും. ഇതാണ് ഒരാൾ തേനീച്ചയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ വരുന്നത്. വേറൊരാളോ മറ്റൊരാൾ തേനീച്ചയെ കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഉൾക്കാഴ്ച എന്താണ്? തേനീച്ചയോ, ഇവിടെ എവിടെയോ നല്ലൊരു തേനീച്ചക്കൂട് ഉണ്ടല്ലോ, എന്ത് നല്ല തേനാണ് തേനീച്ചയുടെ തേൻ, അത് എത്ര നല്ല ഔഷധ ഗുണമാണ്, എത്ര വിലപിടിപ്പുള്ളതാണ്, തേനിനൊക്കെ എന്തൊരു വിലയാണ്. ആ തേനീച്ചക്കൂട് ഇവിടെ അടുത്ത എവിടെയോ ഉണ്ട്, ഞാനത് കണ്ടെത്തും, ആ തേനെടുക്കും. രണ്ടുപേർ ഒരു തേനീച്ചയെ കണ്ടതാണ്, രണ്ട് ഉൾക്കാഴ്ചകളാണ്. ഇതാ യഹൂദന് യേശു എന്ന് പറയുന്നത് തേനായി മാറിയില്ല. നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമായി, രക്ഷിക്കപ്പെട്ടവർക്കോ ദൈവശക്തിയായി, തേനായി മാറി. അപ്പോൾ ചിലർക്ക് അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല, ചിലർക്ക് കഠിനത മാത്രമായി മാറി. ഇതെനിക്ക് ദോഷമാണ്. യേശു അബ്രഹാമിൻ്റെ പൈതലല്ല, അത് ജോസഫിൻ്റെ തച്ചനായ ആശാരിയുടെ മകനാണ്, ഇവൻ്റെ അമ്മ മറിയയാണ് എന്ന് പറഞ്ഞ് തേനിനെ അവർ വേണ്ടെന്ന് വെച്ചു. എന്നാൽ തേനിനെ കൊർന്നല്യോസിൻ്റെ വീട് മുതൽ ജാതികൾ അതിനെ സ്വീകരിച്ചു, അവരത് പ്രാപിക്കുകയാണ്. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ള ദൈവവചനം. ദൈവം അവർക്ക് ഇന്ന് വരെയും ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. അപ്പോൾ ദൈവം ചെവി തുറക്കണം, ദൈവം ഹൃദയം തുറക്കണം, ദൈവം കണ്ണ് തുറക്കണം. ദൈവം ബുദ്ധിയെ, തിരുവെഴുത്തിനെ തിരിച്ചറിയേണ്ടതിന് എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ബുദ്ധിയെ തുറന്നു. ദൈവം ബുദ്ധിയെ തുറന്നില്ലെങ്കിൽ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നെന്ന് അപ്പോസ്തല പ്രവൃത്തി 16. അപ്പോൾ കർത്താവ് ബുദ്ധിയെ തുറക്കണം, കർത്താവ് ഹൃദയം തുറക്കണം, കർത്താവ് ശ്രദ്ധിക്കേണ്ടതിന് ചെവി തുറക്കണം. അപ്പോൾ നമ്മുടെ കഴിവുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ഭർത്താവിൻ്റെ ഹൃദയം തുറക്കാനും, കുഞ്ഞുങ്ങളുടെ ബോധം വരാനും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുണ്ടാകാനും, പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യാനും പ്രാർത്ഥിക്കുമെങ്കിൽ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറയുന്നവരെ പോലും കർത്താവ് നമ്മുടെ പ്രാർത്ഥന നിമിത്തം തിരഞ്ഞെടുക്കും. നിത്യജീവന്റെ പദ്ധതിയിൽ ഇല്ലാത്തവർ പോലും രക്ഷിക്കപ്പെടും. എങ്ങനെ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാളുണ്ടോ? അതുകൊണ്ടാണ് ചില നാട്ടിൽ ഒരു സമൂഹം മുഴുവനും രക്ഷിക്കപ്പെടുകയാണ്. നൈജീരിയയിൽ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് 30,000 ഏക്കറിൽ 2 സിറ്റി മുഴുവൻ ആൾക്കാരും വിശ്വാസികൾ. ഞാൻ പോയി കണ്ടതാണ്. ഈനോ കടീബോയ് എന്ന ദൈവദാസന്റെ ചർച്ചിൻ്റെ കോമ്പൗണ്ട് 30,000 ഏക്കർ, 2 പട്ടണം, അവരുടെ ഇലക്ട്രിസിറ്റി, ആ പട്ടണത്തിൻ്റെ ഇലക്ട്രിസിറ്റി ചർച്ചാണ് ചെയ്യുന്നത്. അവിടുത്തെ ഹോസ്പിറ്റൽ അവരുടെയാണ്, പോലീസ് സ്റ്റേഷൻ, പോലീസ് അവരുടെയാണ്, എല്ലാ വീട്ടുകാരും വിശ്വാസികളാണ്. എവിടെ ചെന്നാലും പ്രൈസ്തലോടെയുള്ള 2 സിറ്റി മൊത്തം. ഇതുപോലെയൊക്കെ ദൈവം എന്തൊക്കെയോ നമ്മുടെ ഇടയിലും ചെയ്യാൻ മനസ്സുള്ളവനാണ് എന്നുള്ളതിൻ്റെ തെളിവെന്താ? ഈനോ കടീബോയ് എങ്ങനെ ഇത് പ്രാപിച്ചു? ഈനോ കടീബോയ്ക്ക് ദൈവം പ്രത്യേകമായ പ്രാർത്ഥനാ ജീവിതം കൊടുത്തു. വലിയ പ്രീച്ചറൊന്നുമല്ല, വിദ്യാസമ്പന്നനാണ്, എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു വരം. 1 മണിക്കൂർ പ്രാർത്ഥിക്കാനിരുന്നാൽ 72 മണിക്കൂർ 80 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നേ. 3 ദിവസമൊക്കെ ഒരേ ഒരു ഇരിപ്പിരുന്നാൽ ബാത്റൂമിൽ പോകാനോ വെള്ളം കുടിക്കാനോ ഒന്നും തോന്നില്ല, അറിയുന്നില്ല. നേരെ ആത്മാവിൽ കർത്താവിൻ്റെ കൂടെയാണ്. സൂപ്പർ നാച്ചുറൽ പ്രയർ. ഈനോ കടീബോയ് എന്ന ദൈവദാസന്, ഡേവിഡ് ഓയിഡപ്പോ എന്ന് പറയുന്ന ഒരു ദൈവദാസനൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള പ്രയർ അതാണ്. ജോൺസൺ സുലൈമാൻ എന്നൊരു ദൈവദാസൻ, ഒരിക്കൽ നൈജീരിയയിൽ ഞങ്ങൾ കുറച്ച് ദൈവദാസന്മാർ പോയപ്പോൾ ഞങ്ങളെ കാണാൻ വന്നു, സ്വന്തം വിമാനത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞങ്ങൾ അറിഞ്ഞു. 1000 ദിവസം പ്രാർത്ഥനയിലിരുന്നു.
ഈനോക്ക് അടിബോയ് എന്ന ദേവദാസൻ്റെ 45 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ചർച്ച് കാലിയായി കിടക്കുമ്പോൾ അതിൽ 1000 ദിവസം 3-ലധികം വർഷം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അസാധാരണ കൃപ. ഇന്ന് അസാധാരണമായി ഉപയോഗിക്കുന്ന ജോൺസൺ സുലൈമാൻ, ഒത്തിരി ദൈവദാസന്മാർ അസാധാരണമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരും അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്നവരും പാപം പെരുകിയിടത്തുണ്ട്. നൈജീരിയ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ, സുവിശേഷ വിരോധികൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന രാജ്യത്ത്, പാപം പെരുകിയിടത്ത്, പ്രതികൂലം പെരുകിയിടത്ത് കൃപയും അത്യന്തം പെരുകി ബലപ്പെട്ടു. നിങ്ങളും ഞാനും വിചാരിക്കുക ഏറ്റവും പ്രശ്നമുള്ളിടത്ത്, ഏറ്റവും കഠിനമായിടത്ത് ഇനി ഒന്നും ചെയ്യാൻ, അവിടെയാണ് ഏറ്റവും വലിയ വിടുതൽ നടക്കാൻ. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, നിങ്ങളുടെ വിശ്വാസം കുറക്കരുത്, നിങ്ങളുടെ അഭിഷേകത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണും, വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. കർത്താവിലും കർത്താവിൻ്റെ ആമീത ബലത്തിലും ശക്തിപ്പെട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിനെ ആശ്രയിക്കണം. അപ്പോൾ കർത്താവ് നമ്മുടെ കണ്ണ് തുറക്കും, കർത്താവ് നമ്മുടെ ബുദ്ധി തുറക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ എത്ര തല്ലിയിട്ടും കൊട്ടിയിട്ടും വഴക്ക് പറഞ്ഞിട്ടും കൗൺസിൽ ചെയ്തിട്ടും ചിലത് നന്നാകുന്നില്ലെങ്കിൽ ഭാരപ്പെടണ്ട. ബുദ്ധി തുറക്കാൻ, ജ്ഞാനം തുറക്കാൻ, ഹൃദയം തുറക്കാൻ, കഠിനത മാറാൻ, മൈൻഡ് സെറ്റ് മാറാൻ, ടി വിയിൽ നിന്നും മൊബൈലിൽ നിന്നും അഡിക്ഷനിൽ നിന്നും മാറാൻ ഒറ്റ നിമിഷം മതി. പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടോ? പ്രാർത്ഥിക്കുന്ന അപ്പനുണ്ടോ? പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാകും. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കും. ദൈവം അതിനുള്ള വ്യക്തികളെയൊക്കെ ഒരുക്കുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ പ്രെയർ, സൂപ്പർ നാച്ചുറൽ ഫാസ്റ്റിംഗ്, സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്, സൂപ്പർ നാച്ചുറൽ ഫെലോഷിപ്പ് എല്ലാം നമ്മൾ ഇനിയുള്ള സീസണിൽ കാണാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും. ബുദ്ധി കൊണ്ടൊരിക്കലും ദൈവത്തെ അന്വേഷിക്കരുത്. ചിലരെന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് പറയും, മോനെ ഒന്ന് ഉപദേശിക്കും, ഭാര്യയെ ഒന്ന് ഉപദേശിക്കും, ഭർത്താവിനെ ഒന്ന് ഉപദേശിക്കും. ഇവർ നന്നാകാൻ മനസ്സില്ല, ഇവർക്കെല്ലാം തികഞ്ഞവരാണ്, ഇവരെല്ലാം അറിയാവുന്നവരാണ്. ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി അവരുടെ പിള്ളേരെയും ഭാര്യയെ നന്നാക്കണം, ഭർത്താവിനെയും നന്നാക്കണം. ഇവർക്ക് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ഇവർ ഏജൻസിയെ ഏൽപ്പിച്ചേക്കാണ് എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. പ്രാർത്ഥന ഏജൻസി. നമ്മളിരുന്ന് അവർക്ക് വേണ്ടി ഉപസിച്ചോളാം, നമ്മളവർക്ക് വേണ്ടി ഇരുന്ന് കരഞ്ഞോളാം. എന്നാ വിഡ്ഢിത്തരമാണ്. എനിക്കുമില്ലേ ഭാര്യയും മക്കളും, എനിക്കുമുണ്ട് വീട്. എല്ലാവരും അവരവരുടെ വിഷയങ്ങളുടെ നടുവിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം എന്ന് കരുതി എന്നെയും ഇതുപോലെയുള്ള പ്രാർത്ഥിക്കുന്നവരെ ഏജൻസി ആക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല, നിങ്ങൾ നന്നാകില്ല. മറ്റുള്ളവരെ നന്നാക്കണം, പിള്ളേരെ നന്നാക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന പിള്ളേരെ നിങ്ങൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു നിങ്ങളതിനെ നന്നാക്കിയെടുക്കണം. നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ അതിന് വില മുടക്കണം. അതിന് ആരംഭകാലത്ത് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പറയാം, ഞങ്ങളത് ചെയ്യാണ്, ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥനയിൽ സഹായിക്കണേ. അതാണ് വേണ്ടത്. അല്ലാതെ ഏജൻസിയാക്കി കുറച്ച് പേരെ ഏൽപ്പിക്കുന്ന പരിപാടി ഇന്ന് നിർത്തണം. നിങ്ങൾ നന്നാകണം. മറ്റുള്ളവരെ ഞാൻ റെഡിയാണ്, ബാക്കിയുള്ളവരെ റെഡി നന്നാക്കി, നിങ്ങൾ നന്നായാൽ ബാക്കിയുള്ളവർ നന്നായിക്കോളും. ഞാൻ പെർഫെക്റ്റാണ്, എൻ്റെ മോനൊന്ന് ശരിയായി കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങളൊക്കെ കറക്റ്റാണ് വേടിലും വചനത്തിലും എല്ലാം. ചുമ്മാതാ. നീ നന്നാവുമ്പോൾ പിള്ളേർ നന്നാവും, നീ നന്നാവുമ്പോൾ ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും. നമ്മളാണ് അതിന് എഫർട്ട് എടുക്കേണ്ടത്. അതിനുള്ള കൃപ നമ്മുടെ മേലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട് ഒരു അത്ഭുതമായി മാറും. ഞാൻ ചിലരെ വഴക്ക് പറഞ്ഞതുപോലെ തോന്നും. അതെ, അതും ഇതിനകത്തുള്ളതാ. ജീസസ് എവരിഡേയിലുള്ളതാ. ധൈര്യപ്പെടുക. സ്വയം ആദ്യം മാറ്റങ്ങളെ കൊണ്ടുവരിക. നമുക്ക് മാറ്റം വരുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ മാറും. നമ്മൾ വെളിച്ചമാകുമ്പോൾ ബാക്കി എല്ലായിടത്തും പ്രകാശം ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉപ്പാകുമ്പോൾ ബാക്കി എല്ലായിടത്തും രുചിയും ഉണ്ടാകും. അത്രയേ ഉള്ളൂ. കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ മക്കൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ശക്തിയും കൃപയും കൊടുക്കണം, ബലം കൊടുക്കണം, അഭിഷേകം കൊടുക്കണം, പുതുക്കം കൊടുക്കണം. ഞാനിവരെ അനുഗ്രഹിക്കും.
അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കണം, വിടുതലുകൾ ഇവരിൽ സംഭവിക്കണം, വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു, കൃപ കൊണ്ട് മൂടണം. ഇന്ന് മുതൽ മറ്റുള്ളവരെ പ്രാർത്ഥന ഏൽപ്പിക്കാതെ പകരം പ്രാർത്ഥിച്ച് ഭവനത്തിൽ വലിയ ദൈവപ്രവൃത്തി കാണാൻ ഓരോരുത്തർക്കും കൃപ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്നയോളം കാത്ത വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നെ കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര് ക്രൂശിൽ മരിച്ചോ എൻ്റെ രക്ഷകനു സ്തോത്രം. ഇന്നും എന്നേക്കും എൻ്റെ രക്ഷകനു സ്തോത്രം. കാൽവരി മലയിൽ
കൃപ